ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സുമി ടേസ്റ്റി കിച്ചൻ. എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫായിട്ടും ഇരിക്കുന്നല്ലോ. അതോടൊപ്പം തന്നെ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്യുക. ഇപ്പോൾ നല്ല മഴയൊക്കെ ആണല്ലോ, നമുക്ക് അടിപൊളിയായിട്ടൊരു പായസം ഉണ്ടാക്കിയാലോ. ചൗവരി കൊണ്ടുള്ളൊരു പായസമാണ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ പശുവിൻ പാലാണ് എടുക്കുന്നത്. നമുക്ക് തേങ്ങാപ്പാലിൽ ഉണ്ടാക്കാം. പിന്നെ പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിലും നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എങ്ങനെയാണോ നമുക്കത് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ഉണ്ടല്ലോ, അതനുസരിച്ച് നമുക്ക് നോക്കാം. പക്ഷെ വളരെ സിമ്പിളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ നോക്കാം. ഞാനിവിടെ ചൗവരി 200 ഗ്രാം ചൗവരിയാണ്. നമ്മൾ പായസം ഉണ്ടാക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ കഴുകി വെള്ളത്തിൽ കുതിരാൻ വെക്കുക. പിന്നെ നട്ട്സ് നമുക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ഇടാം. ഇൻഗ്രീഡിയൻസ് നോക്കാം. കുതിർത്ത ചൗവരി 200 ഗ്രാം, വേണ്ടുന്ന നട്ട്സ്, പഞ്ചസാര, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, 1 ലിറ്റർ പാല്. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. പാൻ ചൂടായി വരുന്ന ടൈമിൽ 2 ടീസ്പൂണോളം നെയ്യ് ഒഴിക്കുക. നെയ്യൊന്ന് മെൽറ്റായി വരുന്ന ടൈമിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഇപ്പോൾ ഏകദേശം നെയ്യൊന്ന് മെൽറ്റായി വന്നു. ആ സമയത്ത് നമുക്ക് നട്ട്സ് എല്ലാം വറുത്തെടുക്കാം. ഞാനിപ്പോൾ മുന്തിരി, അണ്ടിപ്പരിപ്പ്, കുറച്ച് ബദാമുമാണ് ഇട്ടിരിക്കുന്നത്. നട്ട്സ് നന്നായിട്ട് വറുത്തെടുക്കാം. ചെറിയ ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് വറുത്താൽ മതി, കാരണം കരിഞ്ഞു പോകണ്ട. ഒരു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വറുത്തെടുത്താൽ മതി. നമുക്ക് പിസ്ത അങ്ങനെയുള്ള എന്ത് ഇൻഗ്രീഡിയൻസ് വേണമെങ്കിൽ, നട്ട്സ് വേണമെങ്കിൽ നമുക്ക് ഇതിൽ ചേർക്കാം. നമ്മുടെ ഇഷ്ടം. ഇപ്പം എൻ്റെ കയ്യിൽ ഈ 3 ഐറ്റമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാനത് ചേർത്തത്. അതിനുശേഷം നമ്മൾ ആ ബൗളിൽ തന്നെ ഈ വറുത്ത് കോരിയ സാധനങ്ങൾ അങ്ങോട്ടേക്ക് മാറ്റുക. ഇപ്പോൾ ഏകദേശം അത്യാവശ്യം ഒന്ന് ചൂടായി വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആ ബൗളിലോട്ട് തന്നെ അത് മാറ്റാം. നമുക്ക് ഈ ചൗവരിയുടെ പായസം ഏകദേശം നമുക്ക് കുതിർത്ത് വച്ചേക്കുന്നത് കൊണ്ട് ഒരു 10 മിനിറ്റ് ഒരു വേവ് മതിയാവും. എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാനും പറ്റും. കാരണം നമ്മൾ കുതിർത്ത് വെച്ചപ്പോൾ തന്നെ ആ ചൗവരി ഏകദേശം വെന്തു. ഇനി അത് കോരി മാറ്റിയതിന് ശേഷം നമുക്ക് ഗ്രേറ്റ് ചെയ്ത്, ഞാൻ 1 ക്യാരറ്റാണ് എടുത്തേക്കുന്നത്. ആ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ആ നെയ്യിൽ തന്നെ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കും പോലെ എടുക്കാം. ഒന്ന് ചെറിയൊരു പച്ചപ്പൊക്കെ ഒന്ന് പോയി കിട്ടണം. അവൻ ക്യാരറ്റിൻ്റെ ഒരു പച്ചപ്പ് ആ ഒരു ടേസ്റ്റ് പോയി കിട്ടിയാലേ പറ്റുള്ളൂ. അത് കോരി മാറ്റിയതിന് ശേഷം പശുവിൻ പാലാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് 1 ലിറ്ററോളം ഒഴിക്കുക. ഇപ്പോൾ 1/2 ലിറ്റർ ഒഴിച്ചിട്ടുള്ളൂ. 1 ലിറ്റർ ഇപ്പോൾ 1 ലിറ്ററോളം ആയിട്ടുണ്ട്. ഇനി നമ്മൾ കൈ വിടാണ്ട് നന്നായിട്ട് ഇളക്കുക. ഇപ്പോൾ തീ വേണമെങ്കിൽ നമുക്കൊരു ലോയിൽ നിന്ന് ഒരു മീഡിയം ഇതിലോട്ടാക്കുക. അപ്പോൾ ഏകദേശം ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ ഏകദേശം പാല് പെട്ടെന്ന് തന്നെ തിളച്ച് വരുന്നുണ്ട്. പാല് തിളച്ച് വരുന്ന ആ ടൈമിൽ നമ്മൾ കുതിർത്ത് വച്ചിരിക്കുന്ന ആ ചൗവരി ഇതിലോട്ട് ഇടുക. കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഏകദേശം നമ്മൾ ചൗവരി അതിലോട്ട് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക. നല്ല ചൂടായിരുന്നു, അതുകൊണ്ടൊന്ന് മാറ്റേണ്ടി വന്നത്. അപ്പോൾ നോക്കി ചെയ്യാം കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ ആ ചൗവരിയൊക്കെ അതിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ചൗവരി ഇട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തീ കുറച്ച് വെച്ചിട്ടാണ് ഞാൻ ചൗവരി ഇട്ടത്. ഇനി ഒരു ലേശം തീ നമുക്ക് ലോയിൽ നിന്ന് ഒന്ന് മീഡിയത്തിലോട്ട് നമുക്ക് കൂട്ടാം. ഇനി അത്യാവശ്യം നമ്മൾ കൈ എടുക്കാണ്ട് തന്നെ നന്നായിട്ട് ഇളക്കിയിരിക്കുക കേട്ടോ. ഇളക്കിക്കൊണ്ടേയിരിക്കുക. നമുക്ക് നോക്കാം. നന്നായിട്ട് ഇത് ഏകദേശം ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ ഏകദേശം നല്ല ട്രാൻസ്പെറൻറ്റ് പോലെ നമുക്ക് കോരി നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ഏകദേശം ചൗവരി ഒരു 5 മിനിറ്റ് 6 മിനിറ്റോളം ഏകദേശമായി. ആ ടൈമിൽ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച് നെയ്യിൽ വറുത്ത ക്യാരറ്റ് ഇട്ടു. പിന്നെ അപ്പോൾ ആവശ്യത്തിനുള്ള മധുരം നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ്. ഞാനിപ്പോൾ ഒരു 4 ടീസ്പൂണോളം മധുരമാണ് ഇട്ടേക്കുന്നത്. ഇനി കുറച്ചും കൂടെ വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് പാകത്തിനിടാം. ഇപ്പം നമുക്ക് മധുരം കുറച്ച് മതിയെങ്കിൽ ഇത്ര ഇടണ്ട, അതനുസരിച്ച് നമ്മൾ കുറയ്ക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 4 ടീസ്പൂണോളം പഞ്ചസാരയാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ഇത് അടി പിടിക്കാണ്ട് നമ്മളൊരു ലോ ടു മീഡിയം റേഞ്ചിലുള്ള ഇതിൽ വെച്ചിട്ട് ഫ്ലെയിമിൽ വെച്ച് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ചൗവരി നമുക്ക് കാണുമ്പോൾ നന്നായിട്ട് വ്യൂ കിട്ടുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഏകദേശം നന്നായിട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് പോലെയുള്ള ഒരു ഇതിൽ വരുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരികയാണ്. പാൽ അത്യാവശ്യം തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ നമുക്ക് 1/2 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത്. ഈ ഏലക്ക ഞാൻ ജസ്റ്റ് ഒന്ന് പഞ്ചസാരയും ഏലക്കയും കൂടെ ചേർത്തിട്ടാണ് മിക്സിയിൽ പൊടിച്ചെടുത്തത്. അപ്പോൾ
അപ്പോൾ അത് നല്ല പെട്ടെന്ന് പൊടിഞ്ഞു വരാൻ നമുക്ക് എളുപ്പമായിരിക്കും. പഞ്ചസാരയും ഏലക്കയും 1/2 ടീസ്പൂണോളം മതി കേട്ടോ. അത് ഏകദേശം നമുക്ക് നല്ല മണവും പായസവും അല്ലേ, അപ്പോൾ പായസത്തിന് അതിൻ്റേതായ ഒരു ഫ്ലേവർ വേണമല്ലോ. അപ്പോൾ ആ ക്യാരറ്റിൻ്റെ കളറും ആ നെയ്യുടെയൊക്കെ ഒരു കളറൊക്കെ ആയിട്ട് ഒരു യെല്ലോ ഒരു ഇതുപോലെ വരുന്നുണ്ട്. പാല് കുറുകി വരാം കേട്ടോ, അത്യാവശ്യം ഒന്ന് കുറുകി വരുന്നുണ്ട്. അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം ചൗരിയാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് കൈ എടുക്കാണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇരുന്നാൽ മതി കേട്ടോ, അതിൽ കൂടുതൽ കൂട്ടണ്ട. ഇനി നമുക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാൻ നട്ട്സ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, ഏറ്റവും മുകളിൽ ലാസ്റ്റ് ഇടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പകുതി കൂടുതലുള്ള നട്ട്സ് ഇട്ടു. അപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചൗരി പായസത്തിൻ്റെ റെസിപ്പി ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചൂടാറി വരുന്ന ടൈമിൽ ഒന്ന് കുറുകി വരും. അതുകൊണ്ട് ഒത്തിരി നമ്മൾ നോക്കണ്ട, നമുക്ക് കോരി നോക്കുമ്പോൾ അതിൻ്റെ ഏകദേശം ഒരു കൺസിസ്റ്റൻസി നമുക്കറിയാമല്ലോ. അപ്പോൾ ഏകദേശം നല്ലൊരു രീതിയിൽ വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ ആയിട്ടോ വരുന്നത്, ചൗരിയുടെയും പിന്നെ അണ്ടിപ്പരിപ്പിൻ്റെയും നെയ്യുടെയും മുന്തിരിയും ഒക്കെ ചേർന്നിട്ടുള്ള നല്ലൊരു മണം വരുന്ന. നമുക്ക് ഇതിൽ വേണമെങ്കിൽ കുങ്കുമപ്പൂ ഇടാം കേട്ടോ, അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി നല്ല സൂപ്പറായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചൗരി പായസം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നമുക്കൊരു ഫങ്ഷൻ വന്നാലും നമ്മുടെ മക്കൾക്ക് പെട്ടതൊരു പായസം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞാലും സൂപ്പറായിട്ട് നമുക്കുണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം ബെൽ ബട്ടൻ്റെ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഇനേബിൾ ചെയ്യുക. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. എല്ലാവരും സേഫായിട്ടിരിക്കുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ.